ഹലോ കേസ്, ഞാനിന്ന് ഈസ്റ്ററിന് വേണ്ടി ഒരു ചെറിയ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിക്കാനായിട്ട് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അതിൽ ചിക്കൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും സ്വല്പം തൈരും കൂട്ടി കുഴച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് മുമ്പ് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സവോള കഴുകി നുറുക്കി വെച്ചത്, ഒരു 5-8 കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചത്, ഒരു 5-8 പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, 4 പച്ചമുളക്, 3 കതിര് വേപ്പില, ഇതരിഞ്ഞ് വെച്ചത്. ഇതിലേക്ക് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്ന ആവശ്യമുള്ള സാധനങ്ങൾ ബാക്കിയാണ്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് മസാലപ്പൊടികൾ ഇടുക. അത് കഴിഞ്ഞ് അത് ചൂടായി ഒന്ന് ഇതായി കഴിയുമ്പോൾ അതിൽ സവോള അരിഞ്ഞതും, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, എല്ലാം ഇട്ട് വഴറ്റി ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഇളക്കി നമ്മൾ ഉള്ളികളെല്ലാം ഇട്ട് ഇളക്കി നല്ല ഒന്ന് പാകത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ മസാലപ്പൊടികൾ ഇടണം. ഇപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീനച്ചട്ടിയിലെല്ലാം ഉള്ളികളൊക്കെ വഴന്ന് കഴിയുമ്പോൾ മല്ലിപ്പൊടി ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തക്കാളി ഇടുക. മുളക് പൊടിയും മസാല പൊടികൾ മൂത്ത് വരുമ്പോൾ തക്കാളി ഇട്ട് ഇളക്കുക നന്നായി. തക്കാളി ഒന്ന് എന്നിട്ട് വേണം നമുക്ക് ഇറച്ചികൾ ഇടാനായിട്ട്, കോഴിയിറച്ചി ഇടാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇറച്ചി മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് അതിലിടുക. ഇട്ട് നന്നായിട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. കുറുതായി വരുമ്പോൾ അതിൽ ചിക്കൻ മസാല ഇടുക. ചിക്കൻ മസാല ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതിൽ മല്ലിയുടെ ഇല ഇടുക. മല്ലിയുടെ ഇല ഇട്ട് കഴിഞ്ഞ് കുറച്ച് സ്ഥലം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സവോള വഴറ്റി വെക്കണം, എണ്ണയിൽ വറുത്ത പോലെ. അത് ഇതിൻ്റെ മീതെ വിതറുക. ചിക്കൻ വറുത്ത സവോള വിതറി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. പാകത്തിനുള്ള എല്ലാ ഉപ്പും സാധനങ്ങളൊക്കെ നോക്കി നമ്മുടെ ചിക്കൻ കറി തയ്യാറായി. ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കറി റെഡിയായി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.